Hello friends, welcome back to my channel. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു അടിപൊളിയായിട്ടുള്ള വിഷുവിന് ഇടാൻ പറ്റുന്നതായ ഒരു A-line ഫ്രോക്കാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ തുണി, സാരി മെറ്റീരിയലാണ്. ഓൾറെഡി രണ്ട് സാരി ഉണ്ട്, രണ്ട് ചുരിദാർ അടിച്ചതിന് ശേഷം ബാക്കിയുള്ള പീസസ് ആണ്. ആ പീസസ് വെച്ചിട്ടാണ് നമ്മൾ നല്ല ഭംഗിയിൽ A-line ഫ്രോക്ക് തയ്ച്ചെടുക്കുന്നത്. ലൈനിങ് 4ആയിട്ട് മടക്കിയിട്ടിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അത് വെച്ചിട്ടാണ് നമ്മളുടെ മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കുന്നത്. ലൈനിങ്ങിൽ നമ്മൾ കട്ട് ചെയ്യുകയാണ്. നമുക്ക് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും വീനെക്കാണ്, സെയിം മെഷർമെൻറ്റ് തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ ഇനി നമ്മുടെ ലൈനിങ് പീസ് ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ മെയിൻ പീസസ് ആണ് കട്ട് ചെയ്തെടുക്കുന്നത്. മെയിൻ പീസിൽ ആദ്യം യോക്ക് പാർട്ടാണ്. യോക്ക് പാർട്ട് ഈ റെഡ് കളർ തുണിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ യോക്ക് പാർട്ടിലേക്ക് ആദ്യം തുണി കറക്റ്റായിട്ട് ഡിസൈൻ കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ ഫോൾഡ് ചെയ്ത് വെച്ച് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. യോക്ക് പാർട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് താഴേക്ക് ഈ ഗ്രീൻ കളർ പീസാണ് ബോട്ടം പീസായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതും ആ ലൈനിങ്ങിൻ്റെ മുകളിൽ തന്നെ കറക്റ്റായിട്ട് വെച്ചിട്ട് മെഷർ ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു ബോർഡറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 3 ബോർഡേഴ്സും ഫ്രണ്ടിലത്തെ ലെന്തിനനുസരിച്ച് കട്ട് ചെയ്തിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫ്രണ്ടിലേക്ക് ഡിസൈനായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നമ്മുടെ 3 ബോർഡേഴ്സും കറക്റ്റായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ലെങ്ത്തും വിത്തൊക്കെ നോക്കുന്നുണ്ട്. ഇനി നമ്മളിത് കറക്റ്റായിട്ട് നമ്മുടെ ഫ്രണ്ടിലത്തെ പീസിലേക്കാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. ആ വീനെക്കിൻ്റെ അവിടേക്കായിട്ട് കറക്റ്റ് വെച്ച് കൊടുത്തിട്ട് ആ വീനെക്കിൻ്റെ മുകളിലേക്കൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ആ ബോർഡേഴ്സിൻ്റെ 2 സൈഡ്സിലായിട്ട് ബോട്ടം പീസും കൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ മതി, നിങ്ങൾക്ക് എങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതെന്നുള്ള ഫുൾ ഐഡിയ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ പോലും നിങ്ങൾക്ക് നല്ലതുപോലെ തുന്നാനായിട്ട് പറ്റും. എപ്പോഴും പെർഫെക്റ്റ് ആവണമെന്നില്ല, നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ആ പെർഫെക്റ്റ് ആവുന്ന ടൈമിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് പെർഫെക്റ്റ് ആവും. സ്റ്റിച്ചിങ്ങിലെ ഏറ്റവും വലിയ ഡ്രോബാക്കാണ് പെർഫെക്റ്റ് ഫിനിഷിംഗ് എന്നുള്ളത്. അപ്പോൾ അത് സാധാരണ നമ്മൾ തയ്ച്ച് തുടങ്ങുമ്പോൾ തന്നെ എല്ലാവരും നോട്ട് ചെയ്യുന്ന കാര്യമാണ്, പെർഫെക്റ്റ് ആയിട്ടില്ല, ഫിനിഷിംഗ് ഇല്ല എന്നുള്ളത്. അപ്പോൾ ആ ഒരു റീസൺ കാരണം നമ്മൾ എന്ത് ചെയ്യും, പിന്മാറിപ്പോവും. അപ്പോൾ ഒരിക്കലും പിന്മാറിപ്പോരുത്. നമ്മളുടെ ആവശ്യം അത് പഠിക്കുക എന്നുള്ളതാണെങ്കിൽ അതിനായിട്ട് നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കണം. പെർഫെക്റ്റ് അത് കറക്റ്റ് ടൈമിൽ അതാവേണ്ട സമയത്ത് ആയിക്കോളും. അതുവരെയും നമ്മളുടെ ഡ്യൂട്ടി എന്നുള്ളത് സ്റ്റിച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുക, പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഫ്രണ്ടിലത്തെ സ്റ്റിച്ചിങ് ഏകദേശം കഴിഞ്ഞു. ഇനി ബാക്കിലത്തെയാണ്. ബാക്കിലേക്ക് നമ്മളിതാ യോക്ക് പാർട്ടും ബോട്ടം പാർട്ടും ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ലൈനിങ് വെച്ചിട്ട് ബാക്കിൽ ഹുക്ക് വെക്കുന്ന രീതിയിൽ മറിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഫുള്ളായിട്ട് കാണാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ കണ്ടൻസ് ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ കണ്ടൻസ് കാണാൻ ആഗ്രഹമുള്ളവരിലേക്ക് നമ്മുടെ വീഡിയോക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ബാക്കിലത്തെയും ഏകദേശം കഴിയാറായി. ഇനി നമ്മൾ ഇത് രണ്ടും ഷോൾഡേഴ്സ് ജോയിൻ ചെയ്യാണ് പോകുന്നത്.
ഷോൾഡർ ജോയിനിങ് കഴിഞ്ഞു. ഇനി നമ്മുടെ സ്ലീവ്സ് ആണ്. സ്ലീവ്സ് ഇതിനെ അറ്റാച്ച് ചെയ്യുന്നില്ല. ജസ്റ്റ് ഒരു ഗ്രീൻ ക്രോസ് പീസ് തുണി എടുത്തിട്ട് ഒരു ത്രെഡ് പൈപ്പിംഗ് പോലെ മടക്കി അടിക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അതും കൂടി ചെയ്തെടുക്കുന്നുണ്ട്. കുട്ടികൾക്ക് ഇടുന്ന ഫ്രോക്ക് ആകുമ്പോൾ അവർക്ക് ഈ സൈഡിൽ കുത്താത്ത രീതിയിൽ നല്ല ഫിനിഷിങ്ങിൽ ചെയ്യാനായിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്താൽ മതി. ആദ്യം നല്ല ഭാഗത്ത് തന്നെ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ട് മറിച്ച് കൊടുക്കുക. മറിച്ച് കൊടുക്കുമ്പോൾ ആ സ്റ്റിച്ച് കൊടുത്ത ഭാഗം അകത്തേക്ക് പോയിട്ട് നമുക്ക് തയ്ക്കാനായിട്ട് പറ്റും. പിന്നെ അതേ സൈഡിലേക്കുള്ള റോപ്പാണ് കട്ട് ചെയ്തെടുക്കുന്നത്. A-line ഫ്രോക്ക് ഷേപ്പ് ചെയ്യാനായിട്ടാണ് ഈ റോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ റോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത് ഇങ്ങനെ നോക്കിയിട്ട് പിന്നെ ഇത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുവാണെങ്കിൽ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് സൈഡിലൊന്നും പെടാതെ നല്ല ഭംഗിയിൽ നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും. ഇനി നമ്മുടെ രണ്ട് സൈഡ്സും കൂടി നമ്മൾ ഒന്നും കൂടി അടിച്ചു കൊടുത്തു. റോപ്പ് അവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളുടെ സ്റ്റിച്ചിങ് കഴിയാറായി. ഇനി ഫൈനലായിട്ട് നമ്മുടെ A-line ഫ്രോക്കിൻ്റെ അടിഭാഗം കറക്റ്റായിട്ടുള്ള മെഷർമെൻറ്റിലേക്ക് ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. സൈഡിൽ വന്ന് എപ്പോഴും 1 ഇഞ്ച് കയറ്റിയിട്ട് കർവായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. ഇത് കുറേ പീസസ് അറ്റാച്ച് ചെയ്യുന്നതുകൊണ്ട് ആദ്യം നമ്മളത് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ഫൈനലായിട്ടാണ് നമ്മളത് കട്ട് ചെയ്തെടുക്കുന്നത്. ഒരു കർവ് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് മടക്കി അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ A-line ഫ്രോക്ക് അടിപൊളിയായിട്ട് നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയിലും ഫിനിഷിങ്ങിലും നമ്മുടെ ഈ ഫ്രോക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ കണ്ടൻസ് ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായി. ഇനി നെക്സ്റ്റ് വീക്കിൽ അടിപൊളി വീഡിയോസായിട്ട് വരാം. അപ്പോൾ ഈ വിഷുവിന് നിങ്ങൾ എല്ലാവരും തന്നെ ഇതുപോലത്തെ ഒരു മോഡൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ കയ്യിൽ ഇഷ്ടംപോലെ സാരീസ് ഉണ്ട്, യൂസ് ചെയ്യാതെ വെച്ചെടുക്കാവോ. അപ്പോൾ ഒരു സാരി കൊണ്ട് നമുക്ക് അടിപൊളിയായിട്ട് ഇതുപോലെ ഒന്ന് തയ്ച്ചെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. താങ്ക് യു സോ മച്ച്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.